ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ വള്ളത്തിന്റെ എഞ്ചിൻ റൂമിലാണ് ഈ കാണുന്നത്. വീടിന് അടുക്കള ഉള്ള പോലെ തന്നെ നമ്മുടെ വള്ളങ്ങൾക്കും അടുക്കള ഉണ്ടാവട്ടെ. കാരണം ഇതാണ് വള്ളത്തിൻ്റെതല്ല എല്ലാത്തിനും പ്രധാന ഒരു അറയാണ്, എഞ്ചിൻ റൂമാണ്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങണം. ഇത്തിരി ചൂടായിരിക്കും എങ്കിലും പായോ. അപ്പോൾ ഒരു പരിധി വരെ ഇത് കൂടുതലുള്ളത് പോലീസുകാരുടെ കയ്യിലും അതുപോലെ തന്നെ പിന്നെ ഉള്ളത് കടലിന്റെ മക്കളുടെ കയ്യിലാണ്. എല്ലാ സൈഡും ഈ ഒരു ഒറ്റ ഇതിൽ ക്യാമറ കാണാം. ഇത് സോളാറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. തന്നെ വീലോസും സെൻട്രലായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വീലോസിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാഴ്ച എന്നുള്ളത് അത് ഈ വീഡിയോയിൽ കാട്ടിത്തരാം. ബാ. ഹലോ അച്ഛാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നേക്കണം, നിങ്ങൾ പലപ്പോഴും വള്ളം വല അടിക്കണത് മീൻ പിടിക്കണതൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തന്നേക്കണം. ഒരു പുതിയ മോഡൽ, കാലം മാറുമ്പോൾ കോലം മാറുന്നതനുസരിച്ച് ഇപ്പോഴത്തെ പുതിയ മോഡൽ വള്ളം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് മുതലപ്പൊഴിയിൽ. ഫിർദോസ് എന്നാണ് വള്ളത്തിൻ്റെ പേര്. ഇതിൻ്റെ പഴയ വള്ളത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇന്നത്തെ പുതിയ വള്ളം കരയിൽ ഇങ്ങനെ വെള്ളത്തിലോട്ട് നീറ്റിലിറങ്ങുന്ന കാഴ്ചയും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു കിടിലം വീഡിയോയിലാണ് ഞാൻ നിങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് അടിച്ച് ഇവിടെ തൊട്ട് അറ്റം വരെയുള്ള ഇതിനകത്തെ കാര്യങ്ങൾ, അതായത് ഈ വള്ളത്തിലെ മീൻ പിടുത്ത രീതിയും അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിങ്ങും ഇതിൻ്റെ വീൽ ഹൗസും ബാക്കിയുള്ള ബാത്റൂം, പലരും ചോദിക്കാണ് വള്ളത്തിൽ ബാത്റൂം ഉണ്ട്, അങ്ങനെ പല സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബാ. അപ്പോൾ നമ്മൾ നേരെ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. വണ്ടിയിൽ വള്ളത്തിലെ പണിക്കാർ ചേട്ടന്മാർ എല്ലാവരും ഉണ്ട്. വള്ളത്തിനോട് ബന്ധപ്പെട്ട് മുതലാളിമാരൊക്കെ ഉണ്ട് വള്ളത്തിൽ. അങ്ങനെ നമ്മൾ നേരെ അഴീക്കലെത്തി. ഇവിടെയാണ് നമ്മൾ വള്ളം വെച്ചത്. വള്ളം ഇപ്പോൾ വെച്ച സ്ഥലത്ത് നമ്മൾ പറയണത് യാർഡ് എന്നൊക്കെയാണ്, ബോട്ട് യാർഡ് അങ്ങനെ പറയണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ ഈ വള്ളം നേരെ നീറ്റിലോട്ട് ഇറക്കണ കാഴ്ച. നീറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴയിലോട്ട് ഇറക്കണ ഒരു അടിപൊളി കാഴ്ചയാണ്. ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കട്ടെ. അത്രയും കിടിലം കാഴ്ചയാണ്. ആ വള്ളം നേരെ തള്ളിയാണ് ഇറക്കണത്. പലർക്കും സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയമൊക്കെ നമുക്ക് ഇതിലങ്ങോട്ട് ഞാൻ തീർത്ത് തരാട്ടാ. ഈ കണ്ടോട്ടെ ഈ ഒരു കാഴ്ച. ഈ ഒരു രീതിയിലാണ് വള്ളം അല്ലെങ്കിൽ ബോട്ടൊക്കെ വെള്ളത്തിലോട്ട് ഇറക്കണ ഒരു കാഴ്ച. ഇതൊരു എന്ന് വെച്ചാൽ ഇത്തിരി നമ്മളൊന്ന് പേടിച്ചു പോയി. പക്ഷേ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് വള്ളം ഉഷാറായിട്ട് വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങി കരയുന്നു. ഇനി ഈ വള്ളം നമ്മൾ പയ്യെ പിടിച്ചടിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. തലയും കാര്യങ്ങളൊക്കെ നേരെ കാണുന്നുണ്ട്. അത് കരയിൽ കുത്തി നിൽക്കുന്ന വള്ളം. അപ്പോൾ ഏറ്റവും വെള്ളം അധികം ഇതായിട്ടില്ല, ഏറ്റവും കൊണ്ടിട്ടില്ല. അപ്പോൾ വേഗം തന്നെ അതിൻ്റെ റോപ്പും കാര്യങ്ങളൊക്കെ അഴിച്ച് നമ്മൾ വേഗം തന്നെ ചാലെന്ന് പറയും, അല്ലെങ്കിൽ വെള്ളം കൂടുതലുള്ള ഭാഗം, ആഴമുള്ള ഭാഗത്തേക്ക് വള്ളത്തിനെ വലിച്ച് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് ഒരു വള്ളവും കൂടി വന്ന് വേറൊരു വള്ളവും കൂടി സഹായിക്കുന്നുണ്ട്. കെട്ടി വലിച്ച് സൈഡിലോട്ട് മാറ്റേണ്ട. റോപ്പ് നല്ല ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പയ്യെ മാറ്റേണ്. അതനുസരിച്ച് മാറ്റണനുസരിച്ച് ഇവിടെ നമ്മുടെ വള്ളം ചാലിലോട്ട് പയ്യെ ആവേണ്ട. ഏതൊരു വള്ളമായാലും ബോട്ടായാലും നീറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പോണത് കടലിലോട്ടാണ്. ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും അടിക്കാൻ വേണ്ടി നല്ല സ്പീഡിൽ തള്ളി വെച്ച് പോകും. അപ്പോൾ അതിൻ്റെ പണിക്കാരും ഞങ്ങളും മുതലാളിമാരും എല്ലാവരും വള്ളത്തിൽ കയറി സന്തോഷത്തോടെ അവരുടെ പുതിയ വള്ളം അഴിയിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ കാണുന്നത് അഴീക്കൽ ഹാർബറാണ്. അഴീക്കൽ ഹാർബറിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ ബോട്ടുകൾ മീൻ കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. പുതിയൊരു പ്രതിമ വന്നിട്ടുണ്ട്. ഇതാണ് പാലം, അഴീക്കൽ പാലമാണ് ഈ കാണുന്നത് കേട്ടോ. വലിയ അഴീക്കൽ പാലത്തിൻ്റെ അടിഭാഗം കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണ്ടോ, നല്ല അടിപൊളി അടിഭാഗമാണ് ഈ കാണുന്നത്. അത് ഈ വള്ളം ബോട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ അടിഭാഗം കാണാൻ പറ്റുള്ളൂ. പാലത്തിൻ്റെ മുകളിൽ നിന്ന് പലരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഒരു അടിഭാഗം കൂടി നല്ല കിടിലൻ ഒരു വ്യൂ ആയിട്ട് ഞാൻ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വള്ളം നല്ല സ്പീഡിൽ നീരണിയാൻ വേണ്ടി പോവേണ്ട കടലിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. അപ്പോൾ കൊമ്പത്ത് ഞാൻ നിന്നിട്ടാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അഴി അഴിയിൽ ചെറിയൊരു കടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ കുറേ ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് അഴീക്കൽ.
അങ്ങനെ നേരെ കടലിൽ വെള്ളം പോകണം. നല്ല സ്പീഡിൽ സ്രാങ്ക് തള്ളി വെച്ച് പോവേണ്ട. ഈ ഒരു കാഴ്ചയും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ചൂര വേട്ടയും വള്ളത്തിൽ വലയടിക്കുന്ന കിടിലം ഫിർദൗസിലെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട്ട് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ വള്ളത്തിൻ്റെ ഓണറായിട്ടുള്ള സലീമിക്കാണ്. സലീമിക്ക എന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞ ഷർട്ടിട്ട ആളാണ്ടായി. ഈ കാരണമാണ് നിങ്ങളോട്ട് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിച്ചത്. തിരുവനന്തപുരത്തെ മീൻപിടുത്തമൊക്കെ കേട്ടാ. ഈ വള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ സമയത്ത് 2 വല ലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സൈഡിലും വല കയറ്റുക, അതുപോലെ ഈ ഒരു സൈഡിലും വല കയറ്റുക. സാധാരണ നമ്മൾ പ്രസാദം വള്ളത്തിൻ്റെ ഒക്കെ കണ്ടേക്കുന്നത് ഒരു പമ്പരമാണ്. ഈ ഒരു ഒറ്റ പമ്പരമൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തന്നേക്കണത്. കാരണം ഒരു കമ്പ് പോകാൻ വേണ്ടി ഒരു റോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ സമയത്ത് 2 എണ്ണം ഉണ്ട്. കണ്ട, ഈ ഒരു സൈഡിലും മഞ്ഞുണ്ട്, ഈ ഒരു സൈഡിലും മഞ്ഞുണ്ട്. ചൂട അഥവാ ചെമ്മീൻ, കൊഴുവ അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകൾക്ക് വേണ്ടി വല അടിക്കാൻ വേണ്ടി ഒരു സൈഡിൽ ഒരു വല കയറ്റും. അതുപോലെ വലിയ ചാള, അയില അങ്ങനെയുള്ള മീനുകൾക്ക് വല അടിക്കാൻ വേണ്ടി ഇപ്പുറ സൈഡിലും ഒരു വല കയറ്റും. അങ്ങനെ ഈ ഒരു വള്ളത്തിലെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഒരേ സമയത്ത് 2 സൈഡിൽ കൂടിയും വല വിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വള്ളം പണിതേക്കണത് കേട്ടാ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം പുതിയൊരു മോഡലാണ്. സാധാരണ ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഈ ഡിസ്ക് നമ്മുടെ ബൈക്കിൻ്റെ ഇത് ഇങ്ങനെ അടുത്തുള്ള കണ്ടതേ ഡിസ്ക് ഉണ്ട്, അത് കൺട്രോൾ ചെയ്യുക. വല അടിച്ച് പോകുമ്പോൾ നമുക്ക് ഇവിടെ പിടിച്ച് പയ്യെ സ്ലോലി വേഗത കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് ഈ കൊടുത്തേക്കണം 2 സൈഡ് ഇട്ടാ. വല അടിച്ചു കഴിഞ്ഞാൽ മീൻ കിട്ടിക്കഴിഞ്ഞാൽ മീൻ കോരി കള്ളികളിലോട്ടാക്കും. ഇതാണ് ആ ഒരു കള്ളിയായിട്ട് തിരിച്ചിട്ടേക്കണേട്ടാ. ചെറിയ ചെറിയ കള്ളികളാക്കി തിരിച്ചേക്കണ്. ഇതാണ് ഡറാക്ക്. ഈ സംഭവം എടുത്തിട്ടാണ് മാലിയിൽ കോരി മീൻ ഇവിടെ പൊട്ടിച്ചിരുന്നേട്ടാ. ഇതിൻ്റെ പണി മൊത്തമായിട്ട് കഴിഞ്ഞിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ പൂർണ്ണ കാഴ്ചയും കാര്യങ്ങളും ഞാൻ അടുത്തൊരു ഇതിൽ കാട്ടിത്തരാട്ടാ. പിന്നെ ഇവിടെ നിങ്ങാട് വരുമ്പോഴേ വീഞ്ച് വന്നിട്ടുണ്ട്. കണ്ട, 2 സൈഡും റോപ്പ് കയറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വീഞ്ച് കൊടുത്തേക്കണത്. നമ്മൾ സാധാരണ വള്ളത്തിൻ്റെ പഴയ വള്ളത്തിൻ്റെ ഒക്കെ വീഞ്ച് കണ്ടേക്കണ എവിടെയാണ്? ഇത് ഈ ഒരു സൈഡിലായിട്ടായിരിക്കുള്ളൂ, ഒരു സൈഡായിട്ടിരിക്കും. ഇവിടെ കണ്ട സെൻറ്ററിൽ വന്നേക്കാണ്. അതുപോലെ തന്നെ വീലോസും സെൻട്രലായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വീലോസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാഴ്ച എന്നുള്ളത് അത് ഈ വീഡിയോയിൽ കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ വള്ളത്തിൻ്റെ ഫിർദൗസ് വള്ളത്തിൻ്റെ വീലോസ്. വീലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഇരിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് വന്നേക്കുന്നത് സെൻട്രലായിട്ടാണ്. പഴയകാല വള്ളങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സൈഡോട് ചേർന്നായിരിക്കുള്ളൂ. ഇവിടെ സെൻട്രലായിട്ട് വരണം. ഇതിൻ്റെ ഉള്ളിലോട്ട് വരണമെങ്കിൽ അടിപൊളി കാഴ്ച ഞാൻ കാട്ടിത്തരങ്ങി. ഇതാണ് വീലോസിൻ്റെ ഉൾഭാഗം വന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുഞ്ഞ് സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഉണ്ടാ. പിന്നെ അത് കൂടാണ്ട് ഇവിടെ നിന്ന് തന്നെ നോക്കുന്നത് നമ്മുടെ വള്ളം, അല്ലെങ്കിൽ ഫിർദൗസ് വള്ളത്തിലെ ഫുള്ള് A to Z കാര്യങ്ങൾ അടിയിൽ വന്ന ഇഞ്ചൻ സൈഡ് വന്ന ഭാഗം, ഫ്രണ്ട് സൈഡ്, അങ്ങനെ എല്ലാ സൈഡും ഈ ഒരു ഒറ്റ ഇതിൽ ക്യാമറ കാണാം. ഇത് സോളാറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. കണ്ട, ഇതെല്ലാം ക്യാമറ വെച്ച് കൊടുത്തേക്കണം, ഫുള്ളായിട്ട് ക്യാമറയാണ്. പിന്നെ ഇങ്ങാട് വന്ന കുഞ്ഞ് സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ എക്കോ സൗണ്ടർ കണ്ട, 2 എക്കോ സൗണ്ടർ ഇവിടെ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സ്വിച്ചുകളാണ് വരുന്നത് കേട്ടോ, ചാർജ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ആയിട്ടുള്ള സ്വിച്ചുകൾ. പിന്നെ വയർലെസ്, എന്തെങ്കിലുമൊക്കെ ദൂരോട്ട് പോയി എന്തെങ്കിലും പെട്ടെന്നൊരു അപകടം വന്ന് അല്ലെങ്കിൽ ഒരാളെ വിളിക്കണം, കരയിലിട്ട് നമുക്ക് മൊബൈൽ റേഞ്ച് കിട്ടൂല. അപ്പോൾ ഒരു പരിധി വരെ ഇത് കൂടുതലുള്ളത് പോലീസുകാരുടെ കയ്യിലും അതുപോലെ തന്നെ പിന്നെ ഉള്ളത് കടലിൻ്റെ മക്കളുടെ കയ്യിലാണ് ഈ സംഭവമുള്ള വയർലെസ്. ഇതൊക്കെ അടുക്കളയിലോട്ട് പോവാ. വീടിന് അടുക്കള ഉള്ളതുപോലെ തന്നെ നമ്മുടെ വള്ളങ്ങൾക്കും അടുക്കള ഉണ്ടാവട്ടെ. കാരണം പണിക്കാർ 10, 40, 50ഓളം പേരുണ്ടാകുമ്പോൾ ഒരു വള്ളത്തിൽ പണിക്ക് പോണത്. അപ്പോൾ അവർക്കായിട്ട് ചായക്കായാലും ഭക്ഷണത്തിനായിട്ടൊക്കെ ഉള്ളത് അടുക്കള വന്നത് ഇതാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു എനിക്ക് തോന്നണേ ഞാൻ കണ്ടതിൽ ഏറ്റവും ഇത്തിരി വലിപ്പമുള്ള വള്ളത്തില, ബോട്ടിലല്ല വള്ളത്തില അടുക്കള എന്ന് പറയുന്നത് ഇതായിരിക്കും. അത്യാവശ്യം നല്ല വലിയ ഇടവും കാര്യങ്ങളും മഞ്ഞുണ്ട്. നോക്കിയേ. പിന്നെ അവിടെ ഒരു പാട്ട് വെക്കാനൊക്കെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. JBL വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അടുക്കള. ഈ ഒരു ഭാഗമാണ് അടുക്കള. എനിക്ക് തോന്നണേ ഇതായിരിക്കും ഗ്യാസിൻ്റെ ആ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുക്കളക്ക് തൊട്ടടുത്ത് അടുക്കളയോട് ചേർന്ന് ഒരു പൈപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്ന അടുക്കള. ഇതാണ് വള്ളത്തിൻ്റെ നല്ല എല്ലാ അതിന് പ്രധാന ഒരു അറയാണ്, എഞ്ചിൻ റൂമാണ്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങണം. ഇത്തിരി ചൂടായിരിക്കും എങ്കിലും പായോ. എഞ്ചിൻ റൂം കാട്ടിത്തരാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ വള്ളത്തിന്റെ എഞ്ചിൻ റൂമിലാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല പാലകയൊക്കെ ഇട്ട് അടിച്ച് സ്ട്രോങ് ആക്കിയൊക്കെ എഞ്ചിൻ റൂം. ഇവിടെ തന്നെയാണ് നമുക്ക് എഞ്ചിനും ജനറേറ്ററും വാട്ടർ ടാങ്കും ഡീസൽ ടാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് വരാം. ഒന്ന് ചുറ്റിച്ചൊന്ന് കാണിച്ചു കൊടുത്ത് കണ്ട, ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് വന്നേട്ടാ. ഇതാണ് ഡീസൽ ടാങ്ക്. ഒരെണ്ണം മാത്രമല്ല, 2 സൈഡ് കൊണ്ട് ഡീസൽ ടാങ്ക് കണ്ട. ഈ കാണുന്ന 2ഉം ഡീസൽ ടാങ്ക്. ഇനി ഇവിടെ നിന്ന് ഇത്തിരി കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ഇതാണ് വെള്ളം. ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വെള്ളത്തിന് 2 ടാങ്കാണ് കൊടുക്കുന്നത്. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് അപ്പുറമുണ്ട്. 2 സൈഡ് ടാങ്ക് കാര്യങ്ങളുണ്ട്.
പിന്നെ ഈ ഫാൻ ഇതിപ്പോൾ ഇവിടെ പണിയും കാര്യങ്ങളും എടുക്കുന്നതുകൊണ്ട് ചൂടായിരിക്കും ഭയങ്കരമായിട്ട്. അപ്പം അതിന് വേണ്ടിയാണ് ഈ ഫാൻ തൽക്കാലത്തേക്ക് വെച്ചേക്കണേ കേട്ടാ. ഇത് അഴിച്ചു മാറ്റും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എഞ്ചിനാണ് ഈ കാണുന്നത്. നമ്മൾ ബോട്ടിൽ പോകണമെങ്കിൽ നമ്മുടെ അച്ഛൻ കടലിൽ പോകണമെങ്കിൽ നമുക്ക് ഇഞ്ചിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഇതിൻ്റെ കാര്യമായിട്ട് അറിയണമെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് അറിയണ ഒരാളുണ്ട്. ഇതിൻ്റെ ഇഞ്ചൻ മെക്കാനിക് അല്ലെങ്കിൽ ഇഞ്ചൻ കാര്യങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാർ. അച്ഛനും പണ്ട് ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചൻ മെക്കാനിക് ആയി കഴിഞ്ഞാൽ അച്ഛൻ സ്ട്രാങ്കായിട്ടൊക്കെ കയറിയത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ഇപ്പോൾ ഈ വെച്ച ആൾക്കാരുണ്ട്. ഇതിൻ്റെ ആ കാര്യങ്ങളൊക്കെ A to Z അറിയണം. അപ്പോൾ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ചേട്ടാ. ഈ ഇഞ്ചിൻ്റെ പേരും അതിൻ്റെ സ്പീഡും ഇതിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കുമോ? നമുക്കിതെന്ന് പറയുന്നത് SM Marine പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഇത് CAMC എന്ന് പറയുന്ന ഒരു CRD എഞ്ചിനാണ്. വെച്ചാൽ CRD എന്ന് പറയുമ്പോഴത്തേനും 2 ടൈപ്പ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിൻ ഉണ്ട്, CRD ഉണ്ട്. CRD ഇലക്ട്രിക്കൽ എഞ്ചിനാണ്. കൂടുതലും ഇതിൻ്റെ ഫുള്ളി സെൻസറാണ്, പമ്പ് ഇലക്ട്രിക്കലാണ്. അതാണ് നമ്മളിതിനെ CRD എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇഞ്ചൻ ഒരു 620 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ പറയുന്നത്. 620 ആണ് ഈ ഒരു എഞ്ചിൻ്റെ മോഡൽ നമ്പർ. സെയിം ഒരു ഗിയർ നമ്മൾ ഇതിനെ ഓടിക്കാനായിട്ട്, വള്ളത്തിന് ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗിയറാണിത്. ഈ ഗിയർ എന്ന് പറയുന്നത് HC 400 ഗിയറാണ്, 4:1 ഗിയർ. കാരണം റൊട്ടേഷൻ്റെ ഇത് കിട്ടാൻ വേണ്ടി നമ്മുടെ റേഷ്യോ പറയുന്നത് 4:1 എന്ന് പറയുന്നത്. അത് വള്ളങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ 4:1 ഉപയോഗിക്കുന്നത്. റേഷ്യോ കൂടുന്നതനുസരിച്ചിട്ട് ബോട്ടുകാർക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം അവർക്ക് ലോഡ് കിട്ടണം. ഇവർക്ക് ലോഡല്ല, ഓട്ടമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്പീഡ് കിട്ടാൻ വേണ്ടി നമ്മൾ 4:1 ഉപയോഗിക്കും. നേരെ തിരിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൽ പവർ ടെക് റേറ്റും ഉണ്ട്. അതാണ് നമ്മൾ ഇവൻ്റെ വീഞ്ച് എടുക്കുന്നത്. വീഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വല വലിച്ചു കഴിയുമ്പോൾ റോപ്പ് വെയിറ്റ് എല്ലാം എടുക്കാനുള്ള സാധനമാണ് ഫ്രണ്ടിൽ കാണുന്ന പവർ ടെക് ഐറ്റം. അപ്പോൾ ഈ 3 ഐറ്റമാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനെ തണുപ്പിക്കാനായിട്ട് 2 പമ്പുകളുണ്ട്, വാട്ടർ പമ്പുകളുണ്ട്. നമ്മളതിൽ കണക്ഷൻ കൊടുത്തിട്ട് ഈ സീ വാട്ടർ തന്നെ പമ്പ് വലിച്ചെടുത്ത് എഞ്ചിനിൽ കയറ്റിയിട്ടാണ് നമ്മളതിൻ്റെ കൂൾ ചെയ്യുന്നത്. ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ് ഈ എഞ്ചിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഫുൾ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഫുള്ളൊരു ഈ ഒരു പവർ ടേക്ക്, ഈ ഒരു ഗിയർ ഇഞ്ചിൻ സഹിതം ഒരു 26 to 29 ലക്ഷം വരെ റേറ്റ് ഉണ്ട്. ഇതിൽ കുറഞ്ഞ എഞ്ചിനുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഓരോ ഇതിൽ കാലഘട്ടത്തിൽ മാറുന്നതനുസരിച്ചിട്ട് റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് പുതിയ പുതിയ മെത്തേഡ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേനും ഇഞ്ചിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നിലവിൽ 29 ലക്ഷം രൂപ വരെ ഒരു മാക്സിമം പ്രൈസ് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണിയും കാര്യങ്ങളും തീർത്തത്? നമുക്കൊരു 3 to 4 days കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ സെറ്റ് തീർക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പേര് പറഞ്ഞത് ഇത് CAMC എന്ന് പറയും. ഇത് ഒരു കൊറിയൻ മോഡൽ എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫുള്ള് ചൈനയിലാണ്. ചൈന ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഇത് കൊടുക്കുന്ന SM Marine എന്ന് പറയുന്നൊരു ടീമാണ് ഇതിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഹൈഡ്രോളിക് ആണ്. നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ പറയുമ്പോഴത്തേനും തണ്ട് പിടിച്ച് പോകുന്ന ഒരു പരിപാടി ആയിരുന്നല്ലോ പഴയ പണ്ട് കാലത്ത്. അപ്പോൾ അതെല്ലാം മാറി ഷാഫ്റ്റ് സ്റ്റിയറിംഗ് ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം വീണ്ടും അപ്ഡേറ്റ് ആയിക്കൊണ്ട് ഫുള്ളി ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ എഞ്ചിനിൽ തന്നെ ഒരു മോട്ടർ കണക്റ്റിച്ച് ആ മോട്ടർ വഴി ഓയിലിന് പവർ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിലാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണ്, വേറെ എല്ലാം ഓക്കെയാണ്. ഓക്കെ ഏട്ടാ, ശരി. എന്നാൽ അത്യാവശ്യം ഈ ഒരു വള്ളം നോക്കുകയാണെങ്കിൽ നല്ല വീതി തന്നെ പണിതേക്കണം. ഞാൻ പറയാം, 2 സൈഡും വല കയറ്റുന്നുണ്ടാ. ഈ ഒരു ഭാഗത്തും വല കയറ്റും, ഈ ഒരു ഭാഗത്തും വല കയറ്റും. ഇത് 2 തരം തിരിച്ചിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു വട്ടം ഒരു ഇത് കൊടുത്തേക്കണം കേട്ടാ. പിന്നെ പലരും ചോദിക്കാറുണ്ട് വള്ളത്തിലൊക്കെ ബാത്റൂം എന്ത് ചെയ്യുന്നു. വള്ളത്തിൽ നിന്നല്ല, ഇപ്പോൾ ബോട്ടിലാണെങ്കിലും ലൈസൻസ് കിട്ടണമെങ്കിൽ ബാത്റൂം എന്തായാലും വേണം. ഇതിൻ്റെ ബാത്റൂം വന്നത് ഇവിടെ കേട്ടതേ കാട്ടിത്തരാം. ബാ കണ്ടാ, ഇതാണ് ബാത്റൂം. ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഫിർദോസ് വള്ളത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫിർദോസ് വള്ളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചു. പക്ഷേ ഈ വള്ളത്തിൻ്റെ ഓണർമാരെ പരിചയപ്പെടുത്തിയത് ഒരാളാണത് സലീമിക്ക. ഏകദേശം നമ്മുടെ ഈ വള്ളം ഇവിടെ വെച്ചിറങ്ങാനായിട്ട് എത്ര ദിവസം പിടിച്ച്? ഒരു 3.5 മാസം എടുത്തു. 3.5 മാസത്തോളം പിടിച്ച്. 3.5 മാസത്തെ കഷ്ടപ്പാടുകൊണ്ടാണ് ഇന്ന് ഈ പുതിയ വള്ളം നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയത്. കുറേ വ്യത്യാസങ്ങൾ, പഴയ വള്ളത്തിനേക്കാളും കുറേ വ്യത്യാസം പറ്റില്ല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മീൻ പിടുത്ത രീതിയൊക്കെ വ്യത്യാസമാണ്. 2 വല വെച്ച് അടിക്കുന്ന സെറ്റപ്പ്. 2 വല, ഞാൻ പറഞ്ഞു 2 വല വെച്ച് അടിക്കുന്ന രീതിയിലാണ് ഈ മീൻ പിടുത്ത. ബീഞ്ചുണ്ട്, മേവല കെട്ടി വലിക്കാൻ, അങ്ങനെ സെറ്റപ്പ് ഒക്കെ. എത്ര പേര് നിങ്ങൾ ചേട്ടനിമാർ പേര്? മൂത്താളിന്റെ പേര് അജ്മൽ, രണ്ടാമത്തെ ആളിന്റെ പേര് അൻസാരി. അൻസാരി സ്രാങ്കാണ്, മറ്റാള് അണിയക്കാരനും സ്രാങ്കുമാണ്. 3 brothers. 3 brothers എന്ന് എഴുതി. 3 പേരുടെ സംരംഭമാണ് ഇതിപ്പോ. രണ്ടാമത്തെ ഓ 1 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ നിങ്ങൾ നീറ്റിലോട്ട് ഇറങ്ങുന്ന കാഴ്ചകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഈ വെള്ളം കടലിൽ പോയി പണിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി പണിയായിട്ടൊക്കെ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട്ട് എത്തിക്കുക. അതുവരെ ടാറ്റ.